ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് മുമ്പുള്ള പാർട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഔട്ട്ലൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പാർട്ട് 1 ആയിട്ട് നമ്മൾ ഔട്ട്ലൈനാണ് ചെയ്തേക്കുന്നത്. അതുപോലെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഹെയർ ഡ്രോയിങ് ആണ്. പിന്നെ ഷെയ്ഡിങ്ങൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഷെയ്ഡിങ്ങിന് വേണ്ടി പ്രത്യേക ഒരു പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് വീഡിയോ ചെയ്താലും ഒരു 4 പാർട്ട് അല്ലെങ്കിൽ 3 പാർട്ടൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഓരോ പാർട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ പാർട്ട് 1 ഒക്കെ ഒന്ന് നോക്കുക. ആ ഒരു 3 പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിന് മുമ്പ് ഇട്ടിരുന്ന വീഡിയോയിലൊക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണോ അല്ലെങ്കിൽ ജസ്റ്റ് വരച്ച് പോയാൽ മതി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആരും കമൻറ്റ് ചെയ്ത് കണ്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോക്കും പറഞ്ഞ് പോകണമെങ്കിൽ പോകാം. ഞാൻ എല്ലാ വീഡിയോക്കും സെയിം മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വീഡിയോക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്താലും, അതായത് ഞാൻ വോയിസ് കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക തന്നെ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. അപ്പോൾ ഓരോ വീഡിയോക്ക് ഞാൻ പറഞ്ഞ് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ജസ്റ്റ് വരച്ച് പോയാൽ മതി. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഒരു സപ്പോർട്ടും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഒക്കെ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നേരത്തെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് കമൻറ്റായിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നിങ്ങൾ ജസ്റ്റ് ഡ്രോയിങ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക.